ലൈവിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ പിന്നക്കത്ത് പുതുക്കാട് കല്യാണ മണ്ഡലത്തിലാണ്. ഇവിടെ പുത്തമ്പടി വാർഡ് കൗൺസിലിംഗ് നടക്കുന്നത്. ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പുത്തമ്പടി വാർഡ് എങ്ങനെ വിപുലീകരിക്കാൻ, എങ്ങനെ വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റും, അതോടൊപ്പം ജനങ്ങളുടെ പരാതി നേരിട്ട് കേൾക്കാൻ വേണ്ടി കൗൺസിലറും മുഖ്യധാരയിലെത്തിയിട്ടുണ്ട്. ഓരോ റെസിഡൻസിനെ വിളിച്ചുകൊണ്ട് തന്നെ അവരുടെ ക്ഷേമം നടത്തുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് മുമ്പ് നടന്നിരുന്നത്. അതുപോലെ അതിൻ്റെ ഒരു ലൈവ് ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് ഇവിടെ ആൾക്കാർക്ക് പറയാനുള്ളത് കൂടെ കാണാം. ഏകദേശം പുതുക്കാട് മണ്ഡപത്തിലാണ് ഈ ഒരു കൗൺസിൽ. മറ്റൊരു ഭാഗത്തേക്ക് സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് അറിയുന്നു. അത് എത്രയും വേഗത്തിൽ സ്ഥാപിച്ച് ആ ഭാഗത്തെ ഈ ബുദ്ധിമുട്ട് അപകടരഹിതമാക്കുവാൻ വേണ്ടി അപകടരഹിതമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന് വളരെയധികം സന്തോഷം തോന്നി നമ്മുടെ പൂന്തുറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ നമ്മുടെ ബഹുമാന്യനായ കൗൺസിലറുടെ നേതൃത്വത്തിൽ നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ രാഷ്ട്രീയങ്ങളുണ്ടെങ്കിലും മുമ്പത്തേക്കാൾ ഉപരിയായിട്ട് ഒരു CHCക്ക് എന്തെല്ലാം വേണോ അതെല്ലാം അതിനേക്കാൾ ഉപരിയായിട്ട് ഉള്ള ഒരു വികസനമാണ് നമ്മുടെ പൂന്തുറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ നടക്കുന്നത്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വാർഡിൽ വയോജനങ്ങൾ 60 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾ ഒട്ടനവധിയുള്ള ഒരു വാർഡാണ്. അപ്പോൾ കോർപ്പറേഷൻ ആവിഷ്കരിക്കുന്ന ഈ വയോജന പദ്ധതികൾ, അതേപോലെ തന്നെ വയോജന ക്ലബ്ബ് എന്നുള്ള സംഗതിയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം സംഗതികൾ നമ്മുടെ വാർഡിൽ നടപ്പിലാക്കിയാൽ നന്നായിരിക്കുമെന്നുള്ള നിർദ്ദേശം വയ്ക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു മത്സരമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മുടെ വാർഡിലെ വയോജനങ്ങൾ എത്രത്തോളം ഭാഗഭാക്കായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ അക്കാര്യങ്ങളിലൂടെ ഇനിയുള്ള അവസരങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ മറ്റൊന്ന് മാലിന്യ പ്രശ്നമാണ്. നമ്മുടെ പ്രദേശത്ത് മിക്ക വാർഡുകളിലും നമ്മുടെ പ്രദേശത്തെ മിക്ക സ്ഥലങ്ങളിലും കുടുംബശ്രീയുടെ പ്രവർത്തകർ ഇതേപോലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർ ഇതേപോലെ മാലിന്യങ്ങളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുന്നുണ്ട്. പക്ഷേ പലരും ഈ 300 രൂപ 350 രൂപയൊക്കെ കൊടുക്കാൻ പഠിച്ച് പലരും മറ്റുള്ളവരുടെ പുരയിടത്തിലേക്ക്, അത് നേരത്തെയുള്ള മീറ്റിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വലിച്ചെറിയുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടെത്തണം. വേറൊരു പ്രത്യേകമായ വിഷയം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ പ്രദേശത്ത് ഈ മയക്കുമരുന്നിൻ്റെ MDMA, പ്രത്യേകിച്ച് MDMA പോലുള്ള ഇവയുടെ ഉപയോഗം വളരെ ഭയാനകമായ രീതിയിൽ, കാരണം സൈലന്റ് കില്ലറായി അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയത്തിൽ പ്രത്യേകമായ ഒരു ശ്രദ്ധയും വിശിഷ്യ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പ്രത്യേകമായ ഒരു ശ്രദ്ധയും ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന ഇത്തരം വിഷയങ്ങളാണ് പ്രതിപാദിക്കാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഖാലിദാക്ക വല്ലതും പറയണ പിന്നീട് എഴുതി തരുമോ? ഇപ്പോൾ സംസാരിക്കാവുന്ന പിന്നീട് എഴുതി തരുമോ? എഴുതി തരും. സോഫിയ പിന്നീട് എഴുതി തരും. അപ്പോൾ ഞാൻ സുലൈമാൻ പിന്നീട് എഴുതി തരുമല്ലോ അഭിപ്രായങ്ങൾ. അപ്പോൾ വാർഡ് സഭയിൽ ഇപ്പോൾ വന്ന പൊതുവേ ഉള്ള അഭിപ്രായങ്ങൾ, നിങ്ങൾ എഴുതി തരുന്ന അഭിപ്രായങ്ങളും നഗരസഭയുടെ നമ്മുടെ 100 വാർഡിനെയും പ്രതിനിധീകരിക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടും. ഇവിടെ സൂചിപ്പിച്ച പല അഭിപ്രായങ്ങളും ഇപ്പോൾ നമ്മുടെ പരുത്തിക്കുടി റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി ഇങ്ങോട്ട് വന്നിരിക്കും. നമ്മൾ സഹോദരിമാരൊക്കെ ഇപ്പോഴാണ് വരണം, താമസിച്ചീരാറായി. അപ്പോൾ എന്തായാലും നമ്മൾ ആ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം നഗരസഭയുടെ പൊതുവേ ഉള്ള ഇതിൽ നമ്മൾ പരിശോധിച്ചിട്ട് നടപ്പിലാക്കാൻ കഴിയുന്നത് നമ്മുടെ വാർഡിലും, പൊതുവെ നഗരത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നത് നഗരത്തിലും നമ്മൾ നടപ്പിലാക്കും. എന്തായാലും ഇത് ഞാൻ കൗൺസിലറായ ഈ പീരീഡിലെ ലാസ്റ്റ് വാർഡ് സഭയാണ് അല്ലേ. ഈ വാർഡ് സഭ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അടുത്ത 2025-26 വർഷം നടപ്പിലാക്കുന്ന പദ്ധതികളായിരിക്കും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നഗരത്തിലെ മുഴുവൻ ആളുകളെയും ഒന്നുപോലെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ് നഗരസഭ പ്ലാൻ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട മേയറുടെ നേതൃത്വത്തിൽ, ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നിരവധി അവാർഡുകളാണ്. ഇപ്പോൾ തന്നെ 27 അവാർഡുകൾ ദേശീയ തലത്തിൽ, സംസ്ഥാന തലത്തിൽ, അന്തർദേശീയ തലത്തിൽ വാങ്ങിയിട്ടുള്ള നഗരസഭയാണ്. അതിൽ പുത്തമ്പള്ളി വാർഡിലുള്ള നമുക്കും അഭിമാനിക്കാം. ഇനി നമ്മളിപ്പോൾ നേരിടുന്ന ഒരു വിഷയം, പാർവതി പുത്തനാറിൻ്റെ തീരത്ത് നിന്ന് നമ്മുടെ കുടുംബാംഗങ്ങളെ ദേശീയ ജലപാത പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ ഒഴിവാക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതിൽ അവർക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യവും നഷ്ടപരിഹാരവും ലഭിക്കത്തക്ക രൂപത്തിലുള്ള പദ്ധതിയാണ് ഗവൺമെന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒന്നുകൂടി മെച്ചപ്പെട്ട രൂപത്തിൽ അതാക്കുന്നതിന് വേണ്ടിയുള്ള
ഒരു ശ്രമം നടത്തുന്നുണ്ട്. നല്ല ഇത് പറയുമ്പോൾ തന്നെ നല്ല പാക്കേജാണ്. കേരളത്തിൽ, ഇന്ത്യയിൽ നമ്മൾ എവിടെ പരിശോധിച്ചാലും പുറമ്പോക്ക് താമസിക്കുന്നവരെ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത ഒരു പദ്ധതി നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല. ഇപ്പം തന്നെ നമ്മൾ ഇന്നലെ മെനിങ്ങാന്ന് അല്ലേ റംല, നമ്മൾ അവിടെ ബദ്രിയ നഗറിൽ യോഗം കൂടി. യോഗമെന്ന് വെച്ചാൽ വെറുതെ പ്രസംഗമല്ല. ഞാൻ അവിടെ 10 മണിക്ക് അവിടെ എത്തി. 1 മണി വരെ 1:30 മണി വരെ ഇരുന്നു. നമ്മുടെ സഹോദരിമാർ കട്ടൻ ചായ ഇട്ടുകൊണ്ട് തന്നു. ആ കട്ടൻ ചായ എല്ലാം കുടിച്ചിട്ട് 1 മണി വരെ ഇരുന്ന് ഓരോരുത്തർക്കും കിട്ടുന്ന ഇങ്ങോട്ട് ഓരോരുത്തർക്കും കിട്ടുന്ന തുകകളെ സംബന്ധിച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു. ചിലർക്ക് 30 ലക്ഷം രൂപ കിട്ടുന്ന ഒരു കുടുംബമുണ്ട്, 3 കുടുംബങ്ങളുള്ളിടത്ത്. നല്ല പാക്കേജാണ്. പക്ഷെ ചിലർക്ക് ആ സീവേജ് ഫാമിന്റെ അകത്ത് സ്ഥലം കിട്ടിയാൽ കൊള്ളാമെന്നൊരു അഭിപ്രായമുണ്ട്. അവരുടെ അഭിപ്രായം മാന്യമായിട്ടുള്ള അഭിപ്രായമാണ്. അതും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഈ ദേശീയ ജലപാത പുത്തമ്പള്ളി വാർഡിൽ മാത്രം നടപ്പിലാക്കുന്നതല്ല. ചിലരുടെ പ്രചരണം ഇത് പുത്തമ്പള്ളി വാർഡിൽ മാത്രമാണ് നടപ്പിലാക്കുന്നത്. ഇത് കാസർഗോഡ് മുതൽ കോവളം വരെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ തികച്ചും പിണറായി വിജയൻ ഗവൺമെന്റ് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ വികസന പദ്ധതികളും ഒരാളുടെയും കണ്ണീര് വീഴാതെ നടപ്പിലാക്കണം എന്നുള്ള ഇച്ഛാശക്തിയുള്ള മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ നിവേദനം കൊടുത്തുകൊണ്ട് അക്കാര്യത്തിൽ ശ്രമം നടത്തിയത്. അതിൻ്റെ ഒരു ഘട്ട വിജയമാണ് ഈ പുതിയ പാക്കേജ് വന്നത്. 10 ലക്ഷം രൂപ പുറമ്പോക്ക സ്ഥലത്തിനും 1 ലക്ഷം രൂപ വാടകയ്ക്കും സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ പൈസയും. അവിടെ 2022 മുമ്പ് റേഷൻ കാർഡുള്ള ഒരു കുടുംബം കൂടി ഉണ്ടെങ്കിൽ അവർക്ക് സ്ഥലമാകുന്നതിന് വേണ്ടിയുള്ള 11 ലക്ഷം രൂപയും. അങ്ങനെ ഒരു വീട്ടിൽ നമ്മൾ നോക്കിയപ്പോൾ 4 കുടുംബങ്ങളുണ്ട്, അവർക്ക് 44 ലക്ഷം രൂപ. നിങ്ങൾ നോക്ക്, 44 ലക്ഷം രൂപയും വീടിന് പ്രത്യേക പൈസയും. ചിലർക്ക് പേര് വരാത്തവരുണ്ട്. അതൊക്കെ തന്നെ അപ്പീൽ കമ്മിറ്റി കൂടി പരിശോധിച്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നല്ല എവിടെയായാലും വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമ്പോൾ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ ഇറങ്ങും. അതുകൂടി നമ്മൾ തിരിച്ചറിയണം. എന്ത് കള്ളവും പറയും, എന്ത് നുണയും പറയും, എന്ത് അസത്യവും പറയും. നമ്മൾ യഥാർത്ഥം പറഞ്ഞാൽ ഒരു സഹോദരി എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചത് 10 ലക്ഷം രൂപ ബാങ്കിൽ വന്നു, പക്ഷെ അത് എടുക്കുവാൻ പറ്റൂലെന്നാണ് എല്ലാവരും പറയണതെന്നാണ്. ഇന്നലെ നമ്മളവിടെ കൂടിയപ്പോൾ അങ്ങനെ ഒരു ആക്ഷേപമില്ല. ഉദ്യോഗസ്ഥർ പറഞ്ഞത് എല്ലാ പൈസയും എടുക്കാം, 90% പൈസയും തന്നതിന് ശേഷം വീട് പൊളിച്ചാൽ മതി. നോക്ക് നിങ്ങൾ, 10% പൈസ അവസാനം നമ്മുടെ അടിസ്ഥാനം നമ്മൾ ഒഴിയുന്നു എന്ന് മുഴുവൻ കാണിച്ചാൽ മതി. വീട് പൊളിച്ച് എല്ലാ സാധനവും നമുക്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം എന്ന് നല്ല പദ്ധതി. അപ്പോൾ ഈ പദ്ധതിയിൽ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് ഒരു പക്ഷേ ഈ പൈസയ്ക്ക് സ്ഥലം വാങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതിൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ട്. ആ വിഷമം നമുക്ക് എല്ലാവർക്കും കൂടെ കൂട്ടായി ചേർന്ന് നിന്നുകൊണ്ട് പരിഹരിക്കാം. തീർച്ചയായും നമ്മുടെ വാർഡ് ആ വികസന കാര്യത്തിലായാലും മറ്റെന്തെല്ലാ കാര്യത്തിലായാലും എനിക്ക് രാഷ്ട്രീയം ഉണ്ടെന്നില്ലാതെ വരും. പക്ഷേ വികസന കാര്യത്തിലോ മറ്റു കാര്യങ്ങളിലോ ഞാൻ ഒരു രാഷ്ട്രീയവും കാണിക്കാറില്ല. ഒരാൾക്കും അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ എല്ലാവരെയും സഹായിക്കുക, ഇടപെടുക എന്നുള്ളതാണ്. പക്ഷെ ചില ആളുകൾ അതിന് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മളെ ഹരിതകർമ്മസേന അംഗങ്ങളെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വേണം നമ്മുടെ വാർഡിലെ ചവറെടുക്കുന്ന, വേസ്റ്റ് എടുക്കുന്ന ആളുകളെ സഹായിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും. ചില ദിവസങ്ങളിൽ ഏജൻസി പുറത്ത് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ചില ബുദ്ധിമുട്ട് വരുമ്പോഴാണ് മുടക്കം വരുന്നത്. അത് മുടക്കം വരാതെ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. നമ്മൾ സ്വന്തം ഉറവിടത്തിലെ മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണമെന്നാണ് നഗരസഭ ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ഒരു ശുചിത്വപൂർണമായ ഒരു നഗരവും ഒരു പ്രദേശവും നമ്മുടെ നാട്ടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ ഇവിടെ അംഗൻവാടി ഹസീന സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഒരു അംഗൻവാടിയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അത് ബദ്രിയ നഗറിലെ സഹോദരിമാരുടെ ഉറച്ച പിന്തുണ അല്ലേ, 3 വണ്ടി പോലീസ് വന്നിട്ട് നമ്മൾ അനങ്ങാതെ നിന്നതിന്റെ ഭാഗമായി നമുക്ക് അവിടെ വഴി വീതി കൂട്ടി കിട്ടാനും ഒരു അംഗൻവാടി സ്ഥാപിച്ചു. ഇപ്പോൾ നമ്മൾ 15 ലക്ഷം രൂപയ്ക്ക് 3 സെന്റ് സ്ഥലവും 31 ലക്ഷം രൂപയ്ക്ക് 2 നില ബിൽഡിങ്ങും AC-യോട് കൂടിയുള്ള ബിൽഡിങ്ങുമാണ് നമ്മൾ അവിടെ പണിയുന്നത്. ബദ്രിയ നഗറിൽ ഒരു 3 മാസത്തിനകം ബദ്രിയ നഗറിലെ അംഗൻവാടിയും AC നമ്മൾ കുട്ടികൾ ചൂടത്തിരിക്കാത്ത രൂപത്തിൽ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള എസ്റ്റിമേറ്റ് മറ്റും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നമുക്ക് സ്ഥലം വിലയ്ക്ക് ലഭിക്കാൻ വലിയ പൈസ കിട്ടൂല. നമുക്ക്
വില്ലേജ് ഓഫീസർ തീരുമാനിക്കുന്ന വാല്യുവേഷനോട് കൂടി മാത്രമേ നമുക്ക് സ്ഥലം വിലയ്ക്ക് വാങ്ങാൻ പറ്റുകയുള്ളൂ. അങ്ങനെ കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ എത്ര അംഗൻവാടിക്ക് വേണമെങ്കിലും നമുക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടി ബഹുമാനപ്പെട്ട മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. അതും കൂടി നമുക്ക് നോക്കണം. നമ്മുടെ വാർഡിലെ ഇപ്പോൾ ഗ്യാസ് പൈപ്പ് ലൈൻ ഇട്ടപ്പോൾ ഈ കുറേ ഇടവഴികളെല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ മാസം 1-ാം തീയതി മുതൽ നന്നാക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ മാസം 30-ാം തീയതിയോടുകൂടി, ഫെബ്രുവരി 30-ാം തീയതിയോടുകൂടി നമ്മുടെ വാർഡിലെ ഗ്യാസ് പൈപ്പ് ലൈൻ ഇട്ടപ്പോൾ പൊളിച്ച എല്ലാ ഇടവഴികളും ഇന്റർലോക്ക് ഇട്ട് നന്നാക്കുന്നതായിരിക്കും. നമ്മുടെ എല്ലാ റോഡുകളും ടാർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ നമുക്ക് SM ബ്ലോക്ക് മുതൽ ആസാദ് നഗർ വരെ റോഡ് ടാർ ചെയ്തു. അടുത്ത റോഡ് ആസാദ് നഗർ മുതൽ ബദ്രിയാർ നഗർ വരെ നമ്മുടെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി മഴക്കുഴി ആ 10 ഏക്കറിന്റെ ഭാഗത്ത് എടുത്തു. ആ പണി പൂർത്തിയായാൽ ഉടനെ തന്നെ ആ റോഡ് ടാർ ചെയ്യും. നമ്മളെ പരുത്തിക്കുഴി മുതൽ SM ബ്ലോക്ക് വരെ PWD റോഡാണ്. ആ റോഡ് ഗ്യാസ് പൈപ്പ് ലൈൻ കുഴിച്ചതിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന കുഴികൾ ഇപ്പോൾ അടച്ചു. ആ കമ്പനി തന്നെ അടച്ചു. അതിനുശേഷം ഒരു 1.5 കോടി രൂപയുടെ ഒരു വർക്ക് സാങ്ഷനായി. റബ്ബറൈസ്ഡ് ടാറിംഗ് SM ബ്ലോക്ക് മുതൽ പരുത്തിക്കുഴി വരെ മാർച്ച് മാസത്തിന് മുമ്പേ അവിടെ നല്ല രൂപത്തിൽ ആ റോഡിനെ ആക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ശ്രീധന്യ കോൺട്രാക്ടർ എടുത്തു കഴിഞ്ഞു. ആ പണി നടക്കും. അതുപോലെ മൂന്നാറ്റുമുക്കിലായാലും നമ്മുടെ ഇടയാർ പാലത്തിൻ്റെ അവിടെ ഒരു വെള്ളക്കെട്ടുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി അവിടെ 11 ലക്ഷം രൂപയുടെ ഒരു ഓടയും റോഡ് ടാറിങ്ങുമായിട്ടുള്ള എസ്റ്റിമേറ്റ് പൂർത്തിയായി ടെൻഡറിലേക്ക് വേണ്ടി നീങ്ങിയിട്ടുണ്ട്. നമ്മുടെ മദ്രസ ലൈനിൽ ഒരു വെള്ളക്കെട്ടുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി അവിടെ 15 ലക്ഷം രൂപയുടെ ഒരു ഓട നവീകരണ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അവിടെ മുതൽ പൊളിഞ്ഞു കിടക്കുന്ന ഇന്റർലോക്കുകളെല്ലാം നന്നാക്കി വരുന്ന പണിയും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വികസന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം, ധാരാളമുണ്ട്. നമുക്ക് 1200-ലധികം വീടുകൾ നമുക്ക് കൊടുക്കപ്പെട്ട വാർഡാണ്. ഇനി നമുക്ക് സ്ഥലമുള്ള ഇപ്പോൾ ഈ ടേം ഞാൻ കൗൺസിലറായതിനു ശേഷം ആദ്യം തന്ന 2022 വരെ തന്ന അപേക്ഷകർക്കെല്ലാം വീടിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. ബാക്കിയുള്ളവരുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അത് മിക്കവാറും ഈ മാസമോ അടുത്ത മാസമോ പാസ്സായാൽ അവർക്കും വീട് വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ധനസഹായം നമുക്ക് നൽകുവാൻ വേണ്ടി സാധിക്കും. തീർച്ചയായും നമ്മുടെ വാർഡിലെ എല്ലാവർക്കും കുടിവെള്ളം കിട്ടിയിട്ടുണ്ട്. സൗജന്യമായി ആണ് ഇപ്പം കൊടുത്തത്. എല്ലാം പൂർണ്ണമായും സൗജന്യമാണ്. അമൃത് പദ്ധതിയിൽ ചില ഘട്ടങ്ങളിൽ നമ്മൾ നഗരസഭയുടെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ട് അവരുടെ ഗുണഭോക്താക്കളുടെ ഷെയർ വാങ്ങിയോ കൊടുത്തോ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ 400 പേർക്കോളം ഇപ്പം കൊടുത്തു. അമൃത് പദ്ധതി 1 രൂപ പോലും ആർക്കും ചിലവായിട്ടില്ല. അങ്ങനെ പെൻഷൻ, സാമൂഹിക ക്ഷേമ പെൻഷൻ അർഹതയുള്ള മുഴുവൻ പേർക്കും നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും 60 വയസ്സ് കഴിഞ്ഞ അർഹതയുള്ള മുഴുവൻ പേർക്കും പെൻഷൻ വാങ്ങിയ വാർഡാണ് നമ്മുടെ പുത്തമ്പള്ളി വാർഡ്. ഏത് മേഖല പരിശോധിച്ചാലും ട്രൈ സ്കൂട്ടർ ഈ കൊടുത്ത വാർഡ് എല്ലാവർക്കും അപേക്ഷ നൽകി അർഹതയുള്ള മുഴുവൻ പേർക്കും ട്രൈ സ്കൂട്ടർ കൊടുത്ത വാർഡ് നമ്മുടെ വാർഡാണ്. നേരത്തെ നസീർ സൂചിപ്പിച്ചതുപോലെ നമുക്ക് അപേക്ഷ തന്ന മത്സ്യത്തൊഴിലാളി മേഖലയിലെ കുട്ടികൾക്ക് ലാപ്ടോപ്പായാലും നമ്മുടെ മേശയും കസേരയുമായാലും എല്ലാം SC ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമുക്ക് അർഹതപ്പെട്ട അഭിമാനത്തോടു കൂടി എനിക്ക് ഇതൊന്ന് പറയാൻ സാധിക്കും, നഗരസഭ നൽകുന്ന ആനുകൂല്യങ്ങൾ മറ്റേത് വാർഡിനേക്കാളും ഒന്നെങ്കിലും കൂടുതൽ പുത്തമ്പള്ളി വാർഡിലെ ജനങ്ങൾക്ക് വാങ്ങിച്ചു നൽകാൻ ഈ കാലയളവിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇത് മാത്രം എൻ്റെ മാത്രം ഇതിലല്ല, എൻ്റെ കൂടെ നിന്ന് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ടീമിൻ്റെ കൂടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് അതെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന എല്ലാ പദ്ധതികൾക്കും വാർഡിൻ്റെ കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ ശ്രീമതി അർച്ചനയുടെ സഹായം നമുക്ക് നന്നായി ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ PWDയുടെ ആയാലും കോർപ്പറേഷൻ്റെ ആയാലും ഉള്ള ഉദ്യോഗസ്ഥന്മാരും പുത്തമ്പള്ളി വാർഡിലെ വികസന കാര്യത്തിൽ നമ്മൾ പറയുന്ന പദ്ധതികൾ വിജയിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ താല്പര്യപൂർവ്വം നമ്മെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുരുക്കുകയാണ് ബഹുമാന്യരെ. നമുക്ക് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച വയോജനോത്സവം നമ്മുടെ വാർഡിലെ ഒരു കാര്യം നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ് പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം നമുക്കൊരു വയോജനോത്സവം പോലെ നമ്മുടെ വാർഡിൽ നമുക്ക് നടത്താൻ വേണ്ടി നമുക്ക് ആലോചിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ വയോമിത്രം വഴി പള്ളിത്തിരുവിൽ
മാസത്തിൽ 2 പ്രാവശ്യം ഞങ്ങൾ ഇപ്പോൾ കൗൺസിലറായതിനു ശേഷം ഒരു കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. അവിടെ എല്ലാ മാസവും 15-ാം തീയതിയും 30-ാം തീയതിയും ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ വരുന്നു. നമ്മുടെ വയോജനങ്ങളായിട്ടുള്ളവരുടെ അസുഖങ്ങൾ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ സൗജന്യമായി നൽകുന്നുണ്ട്. അതുപോലെ നിരവധി കാര്യങ്ങളുണ്ട്. എന്തായാലും പറയുന്നില്ല. എല്ലാ കാര്യങ്ങളിലും നമുക്ക് നമ്മുടെ വാർഡ് എന്ന് പറയുന്നത് വെള്ളക്കെട്ട് പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് പോകുന്ന ഒരു വാർഡാണ്. എത്ര മഴ വന്നാലും ആ വെള്ളക്കെട്ടുകൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ വാർഡിൻ്റെ എല്ലാ ഇടവഴികളും സ്ട്രീറ്റ് ലൈൻ വലിച്ച് സ്ട്രീറ്റ് ലൈൻ കത്തുന്ന വാർഡാണ്. ബഹുമാനപ്പെട്ട മന്ത്രി 2 ഹൈമാസ് ലൈറ്റ് നമുക്ക് അനുവദിച്ചു. ഒന്ന് ഈ കുമരിച്ചന്ത ഹൈവേയിലും പരുത്തിക്കുഴി ഹൈവേയിലുമാണ്. ഹൈവേ അതോറിറ്റിയുടെ സാങ്ഷൻ കിട്ടുന്നതിന് വേണ്ടിയുള്ള താമസമാണ്. ശ്രീ ആന്റണി രാജു MLAക്ക് കത്ത് കൊടുത്തപ്പോൾ നമുക്ക് 3 ഹൈമാസ് ലൈറ്റുകൾ അനുവദിച്ചു തന്നു. ഒന്ന് 10 ഏക്കറും 2 മിൽക്ക് കോളനിയിലും 1 പൂന്തുറ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലും. ഇപ്പോൾ വീണ്ടും ഹൈമാസ് ലൈറ്റിന് 5 എണ്ണത്തിന് മന്ത്രി ശിവൻകുട്ടി സാങ്ഷൻ തന്നിട്ടുണ്ട്. ഒന്ന് മൂന്നാറ്റുമുക്ക്, ഒന്ന് പുത്തമ്പള്ളിയുടെ നടയിൽ, പള്ളിത്തെരുവിൽ, ത്രിവേണിയിൽ, പരുത്തിക്കുഴിയിൽ അങ്ങനെ തന്നിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വികസനം എന്താണോ ആ വികസനം എത്തിക്കാൻ കൗൺസിലർ എന്നുള്ള നിലയിൽ എനിക്ക് സാധിക്കുന്നുണ്ട്. തീർച്ചയായും അതിൽ നിന്ന് സാധിക്കുന്നത് അതിനുതകുന്ന ഒരു ഗവൺമെൻറ്റും ഒരു നഗരഭരണവും ഉള്ളത് കൊണ്ടാണ് എനിക്കത് സാധിക്കുന്നത്. തീർച്ചയായും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് വരും കാലങ്ങളിലും നമ്മുടെ വാർഡിൻ്റെ വികസനം സംരക്ഷിക്കാനും പുതിയവ ഏറ്റെടുത്ത് നടത്തുവാനും ഒക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, ഇന്ന് വാർഡ് സഭയിൽ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഇപ്പോൾ എഴുതി തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം നമ്മുടെ വാർഡിൽ നടപ്പിലാക്കാൻ പറ്റുന്നത് നിയമപരമായി നമുക്ക് നടപ്പിലാക്കാം. നമ്മുടെ അറിയിപ്പ് കിട്ടിയപ്പോൾ തന്നെ ഈ വാർഡ് സഭ വിജയിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരും പേരെടുത്ത് പറഞ്ഞാൽ ഇതിലിരിക്കുന്ന ഈ വേദി മുതൽ അങ്ങ് അറ്റം വരെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് നന്ദി പറയേണ്ടതാണ്. നല്ല രൂപത്തിൽ വാർഡ് സഭ വിജയിപ്പിക്കാൻ വേണ്ടി സഹകരിച്ച എല്ലാവരെയും, അംഗൻവാടി ടീച്ചർമാരുണ്ട്, കുടുംബശ്രീയുടെ പ്രവർത്തകരുണ്ട്, ആശാ വർക്കർമാരുണ്ട്, മഹിളാ അസോസിയേഷന്റെ നേതാക്കന്മാരും പ്രവർത്തകരുമുണ്ട്, പൊതുപ്രസ്ഥാനത്തിന്റെ ഞാൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും പ്രവർത്തകരുമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കാത്ത ആളുകളുണ്ട്, റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളുണ്ട്. എല്ലാവരും നല്ല ഒരു വാർഡ് സഭയിൽ പങ്കെടുത്ത എല്ലാവർക്കും കൗൺസിൽ എന്നുള്ള നിലയിൽ നന്ദി അറിയിക്കുകയാണ്. ഈ വാർഡ് സഭയുടെ അവസാനത്തെ അജണ്ടയായ ഗവർണത പറയുവാൻ വാർഡ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള സഖാവ് നാസറിനെ ക്ഷണിക്കുക. വലിയ ഇവിടെ വൈകിട്ടാണ് പുതുക്കാട് മണ്ഡലത്തിൽ നടക്കുന്ന ഈ ഒരു പുത്തമ്പള്ളി കൗൺസിലിംഗ് ഇവിടെ സമാപിക്കുകയാണ്. ഇതിന്റെ വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ കക്ഷി രാഷ്ട്രീയമില്ലാതെ തന്നെ പുത്തമ്പള്ളി വാർഡിനെ എങ്ങനെ വികസനത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് കൗൺസിലർ എന്നാലും വാഗ്ദാനങ്ങൾക്കപ്പുറം എല്ലാം പാലിക്കുന്ന രീതിയിലേക്ക് വരട്ടെ എന്ന് നമുക്ക് എന്തായാലും ആശിക്കാം. ഇനി വികസനം എന്നാലും വൈകിട്ടാണ് നിങ്ങളെ കമൻസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ ന്യൂസുമായി കാണുന്നത്. കലന്നട.